ഈ പ്രയർ ജനറൽ ഓഫ് ഒരു ഡോക്ടർ അന്ന് പ്രസിദ്ധനായ സാന്ത്വന പ്രവർത്തിച്ചത് 95 ചെയ്തു. 90 ആരംഭിച്ചപ്പോൾ കുറച്ച് കുട്ടികൾ ഒരുമിച്ച് ഇവിടെ ക്ലാസ്, അവരുടെ ആഗ്രഹം അനുസരിച്ച് വേണം ചുറ്റോടുമുള്ള ആളുകൾ അല്ലെങ്കിൽ പാർട്സ് കാലിഗ്രാഫിയോട് തുടങ്ങി പ്രോഗ്രാം ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചുള്ള പ്രശ്നത്തിന്റെ ഒരു പ്രവർത്തന മേഖലയാണ്. ഇതിന്റെ ഉദ്ഘാടന സമയത്ത് 2000 ഇന്നത്തെ MP അന്ന് MP ആയിരുന്നു സെബാസ്റ്റ്യൻ വളരെയും പറയുകയായിരുന്നു, എറണാകുളത്ത് ഇതുപോലൊരു സ്ഥാപനവും ഒരു മരുപ്പച്ച എന്നുള്ള രീതിയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. 90 തുടങ്ങുന്ന സമയത്ത് 90 തുടങ്ങുന്ന സമയത്ത് വേറെ കമേഴ്ഷ്യൽ സെന്റേഴ്സ് ഒന്നും അധികം ചുറ്റുപാടുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് അതിഥികളായി വന്നിട്ടുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനും ജോസഫിനും ഒക്കെ പഠിച്ചു. അത്രയും അവിടെ സെമിനാരിയിൽ, പൂനെയിലുള്ള സെമിനാരിയിൽ നമ്മുടെ വൈസ് ചാൻസലർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഒരു വ്യക്തിക്ക് മുന്നേറാം എന്നുള്ളതിന് ജീവിക്കുന്ന ഒരു ഉദാഹരണമായി പ്രവർത്തന പദ്ധതിയിലൂടെ ആ വഴി വെട്ടിത്തെളിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തി അത് ഉപയോഗിച്ച് പഠിച്ച് ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്ന ബഹുമാനായ രാധാകൃഷ്ണൻ സാറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന ഏതൊരാൾക്കും ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ പത്രങ്ങളിലൂടെ വായിച്ചും മറ്റു മാധ്യമങ്ങളിലൂടെയും രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് അറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാനായി പറയുന്നത് അവിവേകമായി പോകുമെന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിനോട് നന്ദി പറയുന്നതിന് വേണ്ടി മാത്രമാണ്. കാരണം നമുക്കറിയാം, ഇത്ര ചെറിയൊരു മനുഷ്യൻ ഈ കേരളത്തിലെ വളരെ പ്രാമുഖ്യമാർന്ന വളരെ പ്രസക്തമായ പരിപാടികളിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ അത് മാത്രം തിരക്കുള്ള അദ്ദേഹത്തോട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ഈ ചടങ്ങിൽ എത്തിച്ചേരുവാൻ സമ്മതം കാണിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് നന്ദി പറയുന്നതിനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അദ്ദേഹം ഇവിടെ വരുവാൻ കാണിച്ച ആ സന്മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സെന്റർ നടത്തി വരുന്ന പരിശീലന പരിപാടി പൂർത്തീകരിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി പിരിഞ്ഞു പോകാൻ ഒത്തുകൂടിയിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യർക്ക് വളരെ പ്രയോജനകരമായ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനുള്ള പരിശീലന പരിപാടികളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. അതിനങ്ങനെ ചില പരിശീലനങ്ങൾ നൽകാൻ കഴിയും. ആ പരിശീലനം ലഭിച്ചവർക്ക് അത് ലഭിക്കാത്തവരെക്കാൾ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സാന്ത്വന തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോഴ്സ് ഡിസൈൻ ചെയ്ത് നടപ്പിലാക്കുന്ന പുതുശ്ശേരി അച്ഛനോടും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളോടും ഞാൻ ആദ്യമേ തന്നെ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. കാരണം ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാറില്ല. അത് ഈ ഭ്രാന്തും ഭാഷയും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമിരിക്കുന്നു. ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു വിദ്യാർത്ഥിയെ കിട്ടിക്കഴിഞ്ഞാൽ ജൂണസ് ചെയ്യാൻ വിഷയത്തിൽ ഒരു ഗവേഷണം നടത്തിക്കണമെന്ന്
ഒരു ഗവേഷണ ഗൈഡ് എന്ന നിലയ്ക്ക് ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ ആഗ്രഹിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഈ ഫിലോസഫി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അബ്നോമിക് സൈക്കോളജി, ജനറൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, സ്കൂൾസ് ഓഫ് സൈക്കോളജി, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതിൽ ഈ അബ്നോമിക് സൈക്കോളജിയാണ് വളരെ താല്പര്യത്തിലേക്ക് പഠിച്ചത്. ആദ്യ ദിവസം ജെയിംസ് ഡി പേജിന്റെ അബ്നോമിക് സൈക്കോളജി എന്ന പുസ്തകം വായിച്ചതെന്ന് ഞാൻ കിടുങ്ങിപ്പോയി. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ പറയുന്ന എല്ലാ രോഗവും എനിക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായി. അത് സൈക്കോസിസ് ആയാലും ന്യൂറോസിസ് ആയാലും എന്തായാലും അതിൽ പറയുന്ന രോഗങ്ങളൊക്കെ ഒരളവിൽ അല്ലെങ്കിൽ വേറൊരളവിലുണ്ട് എന്നുള്ള കാര്യം വളരെ ഉറപ്പായി. മനുഷ്യർക്ക് അവരുടെ പ്രശ്നങ്ങൾ